ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഒരു തനി നാടൻ റെസിപ്പിയാണ് കാണിക്കുന്നത്. പച്ചപ്പറങ്ങാണ്ടി കൊണ്ടൊരു മസാലയാണ്. അതിനുവേണ്ടി ഞാനിവിടെ 30 പച്ചപ്പറങ്ങാണ്ടി എടുത്തിട്ടുണ്ട്. അതൊന്ന് കീറി വൃത്തിയാക്കി ഒന്ന് തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. അതിൻ്റെ പുറത്തെ ചെറിയ തൊലിയും കറയും പോകാൻ വേണ്ടിയാണ് തിളപ്പിച്ചെടുക്കുന്നത്. ഇനി ഞാൻ ഉരുളി വെച്ചിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. ആ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് ചെറിയൊരു പീസ് ഇഞ്ചി ചതച്ചത് ഇട്ട് കൊടുക്കാം. ഒരു 10 വെളുത്തുള്ളി ചതച്ചത് ഇട്ട് കൊടുക്കാം. എരിവിനനുസരിച്ച് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 2 പച്ചമുളക് ഇട്ട് കൊടുത്തിരിക്കുന്നത്. അതിനെയും നമുക്ക് ഒരുവിധം ഒന്ന് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് നമ്മൾ കൊച്ചുള്ളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. 150 ഗ്രാം കൊച്ചുള്ളി വൃത്തിയാക്കി ചതച്ചെടുത്തിട്ടുണ്ട്, അത് ഇട്ട് കൊടുക്കാം. കൊച്ചുള്ളി ഇല്ലെങ്കിൽ 3 സവാള ചേർത്താലും മതി. അതൊരു പകുതിയോളം ഒന്ന് വാടി വരുന്ന സമയത്ത് തക്കാളി ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ പച്ചത്തക്കാളി എടുത്തിരിക്കുന്നത്. 2 പച്ചത്തക്കാളി ഇട്ട് കൊടുക്കാം. പച്ചത്തക്കാളി ഇല്ലെങ്കിൽ പഴുത്തതായാലും മതി, പക്ഷേ പച്ച ഇടുന്നതാണ് കൂടുതൽ ടേസ്റ്റ്. ഞങ്ങളുടെ സ്ഥലത്ത് ഈ പച്ച പറങ്ങാണ്ടി എന്ന് പറയുന്നത്, അല്ലാതെ കാഷ്യൂനട്ടിന് വൃത്തിയാക്കി വെച്ചിരുന്ന പറങ്ങാണ്ടി ഇനി അതിലോട്ട് ഇട്ട് കൊടുത്ത് അത് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. നല്ലതുപോലെ ഇതെല്ലാം ഒന്ന് വാടി വരുന്ന പോലെ അതൊന്ന് വഴറ്റിയെടുക്കണം. ഞാൻ നേരത്തെ നിരവധി വെറൈറ്റികളായിട്ടുള്ള കാഷ്യൂ റെസിപ്പീസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഒരു പ്ലേലിസ്റ്റ് ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലിടാം. കണ്ടിട്ടില്ലാത്തവർക്ക് കണ്ട് ട്രൈ ചെയ്യാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1.5 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1 ടീസ്പൂൺ മുളക് പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നമുക്കതൊന്ന് ഇളക്കി കൊടുക്കാം. ഇത് അപ്പത്തിനും ഇടിയപ്പത്തിനും ചപ്പാത്തിക്കും പൂരിക്കും ചോറിനും എല്ലാത്തിനും നല്ലൊരു കറിയാണ്. ഇപ്പോഴേ ഇതിൻ്റെ സീസണാണല്ലോ, എല്ലാവർക്കും ട്രൈ ചെയ്യാവുന്നതേ ഉള്ളൂ. ഉണക്കപ്പറങ്ങാണ്ടി വാങ്ങിയായാലും നമുക്കത് കുതിർത്ത് വേവിച്ചെടുത്താൽ മതി, നല്ല ടേസ്റ്റ് ആയിരിക്കും. അതുപോലെ 1 മുറി തേങ്ങയുടെ 1.5 കപ്പ് പാലൊഴിച്ച് 2ാം പാൽ പിഴിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു, അത് ചേർത്ത് കൊടുക്കാം. ഈ 2ാം പാലിൽ വേണം ഇതെല്ലാം ഒന്ന് വെന്ത് കിട്ടാൻ. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ആവശ്യത്തിന് ഉപ്പ് വിട്ട് നമുക്ക് അടപ്പടച്ച് ഇതൊന്ന് തിളപ്പിച്ചെടുക്കാം. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. ഫാമിലിക്കും ഫ്രണ്ട്സിനും ഷെയർ ചെയ്യണം. എല്ലാ റെസിപ്പികളും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഈസി ആയിട്ടുള്ള ഈ റെസിപ്പി എല്ലാവർക്കും ട്രൈ ചെയ്യാവുന്നതേ ഉള്ളൂ. നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. ഇനി ഇടയ്ക്ക് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഇനി ഇതൊന്ന് വറ്റി വരുന്ന സമയത്ത് വേണം നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച 1ാം പാൽ ചേർത്ത് കൊടുക്കാൻ. എല്ലാം വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് 1/2 കപ്പ് 1ാം പാൽ ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിന് നമ്മൾ മസാലപ്പൊടിയൊന്നും ചേർത്തില്ല. ഗരം മസാലയും കുരുമുളക് പൊടിയൊക്കെ ചേർക്കണം. 1ാം പാൽ ഒഴിച്ച് 1/2 ടീസ്പൂൺ ഗരം മസാലയും 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർത്ത് ഒരു കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ കറി ഇവിടെ റെഡിയായിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാം. അതിനുശേഷം നമുക്ക് സെർവ് ചെയ്യാം. കണ്ടാൽ തന്നെ അറിയാമല്ലോ, നല്ല ടേസ്റ്റ് ആയിരുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. എല്ലാവർക്കും ഈസി ആയിട്ട് ട്രൈ ചെയ്യാൻ നോക്കുന്ന ഞാനൊന്ന് കോരി കാണിക്കാം. ഇത് കണ്ടോ, അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. താങ്ക്സ് ഫോർ വാച്ചിങ്.